ജോസഫ് വിജയൻറും ഞാൻ എന്ന് പറഞ്ഞ് വരും ഞാൻ. കോലട്ട ഞാൻ. ഓക്കെ, സോ ധ്യാനുണ്ട്. എന്താണേലും ധ്യാൻ അങ്ങനെ ഇപ്പം ഞാൻ പറഞ്ഞു വിടാൻ പറ്റില്ല. ധ്യാനം ഉള്ളത് കൊണ്ട് എന്തെങ്കിലും 2 വാക്ക് നമുക്കിപ്പോൾ ഒന്ന് സംസാരിക്കണം പ്ലീസ്. എനിത്തിങ്. ഇല്ല ഞാൻ രഞ്ജിത്തേട്ടൻ ഇവിടെ നിർത്തിക്കൊണ്ട് സംസാരിക്കുന്നത് മോശമാണ്. അതാണ് അല്ല ഹൈദർക്ക ആയിട്ട് വളരെ കാലത്തെ ഒരു ആത്മബന്ധമാണ് നമുക്ക്. അദ്ദേഹം ഇങ്ങനൊരു പരിപാടി പ്ലാൻ ചെയ്യുന്ന മുതൽ, തുടക്കം മുതൽ നമ്മളോട്, ഞാനിങ്ങനെ കഴിഞ്ഞ ഒരു വർഷമായിട്ട് എന്നോട് ഞാനിത് കേൾക്കുന്നതാണ്. അപ്പോൾ നമുക്കെല്ലാവർക്കും അറിയാം അദ്ദേഹം ഒരു മാധ്യമ പ്രവർത്തകനാണ്. പക്ഷേ നല്ലൊരു മാധ്യമ പ്രവർത്തകനാണെന്ന് ചോദിച്ചാൽ അതിന് നമ്മൾ സംശയിക്കണം. പക്ഷേ നമുക്കൊരു കാര്യം അടിവരയിട്ട് പറയാം. മാധ്യമപ്രവർത്തകരിൽ ചുരുക്കം ചില സുഹൃത്തുക്കൾ ഏറ്റവും അടുത്ത സുഹൃത്തും ഏറ്റവും ആത്മബന്ധമുള്ള സുഹൃത്തും അദ്ദേഹമാണ്. ഈ ഒരു പരിപാടി എന്നെ വിളിച്ചത് അച്ഛൻ്റെ പേരിലൊരു അവാർഡ് ഇത് കഴിഞ്ഞിട്ട് എനിക്ക് തോന്നുന്നു അതും ഞാൻ തന്നെ അങ്ങ് പറയാം, അതല്ലേ എളുപ്പം. അത് രഞ്ജിത്തേട്ടൻ തന്നെ സ്വീകരിക്കണം. അത് ലാൽ സാറിനുള്ള അവാർഡാണ്. അത് അച്ഛൻ്റെ പേരിലുള്ള അവാർഡാണ്. അപ്പം അത് തരാൻ വേണ്ടിയിട്ടും കൂടെയാണ് എന്നെ വിളിച്ചത്. വലിയ സന്തോഷമല്ലേ? അതെ. അപ്പോൾ അത് എനിക്ക് തോന്നുന്നു അത് ഇവിടെ അവാർഡ് റെഡിയാണോ? അവാർഡ് നമ്മൾ കൊടുക്കാൻ പോവാണ്. അതായത് ലാലേട്ടന്റെ പേരിലുള്ള ഒരു അവാർഡാണ്. ലാലേട്ടന്റെ പേരിലല്ല, എൻ്റെ അച്ഛൻ്റെ പേരിൽ ലാലേട്ടൻ്റെ അവാർഡ്. തെറ്റിപ്പോലെ. അതെ, ശ്രീനി അങ്കിളിന്റെ പേരിലുള്ള അവാർഡ് നമ്മൾ ലാലേട്ടനായിരുന്നു ഇന്ന് വാങ്ങിക്കാനിരുന്നത്. അദ്ദേഹത്തിന് കുറച്ച് ചില തിരക്കുകൾ ഉള്ളത് കൊണ്ട് രഞ്ജിത്ത് സാറ് തന്നെയാണ് ഷൂട്ടിങ്ങിലായതുകൊണ്ട് തീരാത്തത് കൊണ്ടാണ് വരാത്തത്. ഷൂട്ട് അവിടെ കഴിഞ്ഞിട്ടില്ല. ഓക്കെ, അപ്പോൾ അവിടെ പെട്ടെന്ന് ഓടി വന്നത് ഷാജി ഇവിടെ എത്തി, ചേട്ടൻ എത്താൻ പറ്റിയിട്ടില്ല, അതുകൊണ്ട് അറിയിച്ചതാ. കഴിഞ്ഞു കഴിഞ്ഞാല് മറ്റന്നാള് ഞാനും ഷാജോൻ ചേട്ടനൊക്കെ US ട്രിപ്പിൽ പോകുന്നുണ്ട്. ഒരു പരിപാടി UK ലാലേട്ടന്റെ ഷോനാണ് പോകുന്നത്. അപ്പോൾ അവിടെ വെച്ച് നമ്മൾ ഈ അവാർഡ് ഒന്നുകൂടെ ലാലേട്ടന് കൊടുക്കുന്നതാണ്. അപ്പൊ ആ സമയത്ത് നീ ഇതേപോലെ ഡ്രസ്സിലിട്ട് വന്ന ഈ ബൈറ്റ് എടുത്ത് നമുക്ക് കുത്തി കയറ്റിയിടാം ഗ്രീൻ മാറ്റ്. പക്ഷെ എനിക്കറിയേണ്ടത് ഫ്ലൈറ്റിൽ വെച്ചായിരിക്കോ ലാൻഡ് ചെയ്തിട്ടായിരിക്കോ അതോ യാത്ര മധ്യേ? തിരിച്ച് കൊളാബല്ലേ, അപ്പൊ തിരിച്ച് കൊടുക്കണ്ട. ഇത് വിട്ടിട്ട് അന്നൊരു ഗ്രീൻ മാറ്റിൽ നമുക്ക് കൊടുക്കുന്ന ഒന്നുകൂടെ എടുത്തേക്കാം. അന്ന് വന്നാൽ മതി അല്ലേ? പക്ഷെ യുവർ ഡ്രസ് വിൽ ബി ഇത്, കാരണം ഞാൻ എന്തായാലും ഊരില്ല, 2 ദിവസത്തേക്ക് ഇത് തന്നെ ആയിരിക്കും. അതുകൊണ്ട് കുഴപ്പമില്ല. നീ അവാർഡ് നമ്മളൊന്ന് ഇപ്പോ രഞ്ജിത്ത് സാർ തന്നെയാണ് ഏറ്റുവാങ്ങുന്നത്. രഞ്ജിത്ത് സാർ പ്ലീസ് നിറഞ്ഞ കൈയടി കൊടുക്കാം. ശ്രീനി അങ്കിളിന്റെ പേരിലുള്ള അവാർഡാണ്. അദ്ദേഹത്തിന്റെ ഓർമ്മകൾക്ക് മുന്നിൽ പ്രണാമം അർപ്പിച്ചുകൊണ്ട് ലാലേട്ടിന് വേണ്ടി അത് ഏറ്റുവാങ്ങുന്നത് രഞ്ജിത്ത് സാർ തന്നെയാണ്. ലെറ്റ്സ് ഗിവ് എ ലൗഡ് റൗണ്ട് ഓഫ് അപ്ലോസ്. കം ഓൺ. സർട്ടിഫിക്കറ്റ് കൂടെയുണ്ട് ശ്രീനി അങ്കിളിന്റെ, ഇൻ മെമ്മറി ഓഫ് ശ്രീനി അങ്കിൾ. അദ്ദേഹത്തിന്റെ ഓർമ്മകൾക്ക് മുന്നിൽ പ്രണാമം അർപ്പിച്ചുകൊണ്ട് ലാൽ സാറിന് വേണ്ടിയുള്ള ആ ഒരു അവാർഡ് നമ്മൾ നൽകുന്നു. രഞ്ജിത്ത് സാർ തന്നെയാണ് ഏറ്റുവാങ്ങുന്നത്. ധ്യാൻ എത്തുന്നു എന്നറിഞ്ഞത് കൊണ്ട് രഞ്ജിത്ത് സാർ ധ്യാൻ എത്തുന്നു എന്നറിഞ്ഞുകൊണ്ട് ഹൈദരാലി ചേട്ടൻ എനിക്ക് തന്ന 3 ക്വസ്റ്റ്യൻസ് എൻ്റെ കയ്യിലുള്ളൂ. ധ്യാനിനോട് ചോദിക്കാനുള്ള 3 റാപ്പിഡ് ഫയർ ക്വസ്റ്റ്യൻ ആണ്. ധ്യാനിന് വേണ്ടി ഹൈദരാലി ചേട്ടനാണ് എനിക്കിത് പ്രിപ്പയർ ചെയ്ത് വന്നിട്ടുള്ളത്. റെഡിയാണോ ധ്യാൻ ശ്രീനിവാസൻ? ഇങ്ങനെ ഒരു നല്ല മുഹൂർത്തം വെറുതെ അതൊരു ഇതിലേക്ക് മാറ്റണോ? അല്ല, 3 ചോദ്യങ്ങളേ ഉള്ളൂ. ആദ്യത്തെ ചോദ്യം, ജൂൺ 15 മുതൽ KSRTC യാത്ര വനിതകൾക്ക് സൗജന്യമായി കൊടുക്കുകയാണ്. ആ ബസ്സിൽ ധ്യാൻ കയറുമോ ഇല്ലയോ? അല്ല, ഇതൊരു ആ ബസ്സിലേ കയറുള്ളൂ. സീറ്റ് കിട്ടിയില്ലെങ്കിൽ ഓക്കെ, വിട്ടേക്കാം. രണ്ടാമത്തെ ചോദ്യം, കേരളത്തിന്റെ മുഖ്യമന്ത്രി ആയാൽ ധ്യാൻ ശ്രീനിവാസൻ ആദ്യം ചെയ്യാൻ പോകുന്ന കാര്യം? ഞാൻ അമ്മയുടെ പ്രസിഡന്റ് ആവാൻ നിൽക്കുക ആദ്യം, എന്നിട്ട് മുഖ്യമന്ത്രി ആവാൻ നോക്കുന്നു. അത് ഞങ്ങൾ ലക്ഷ്മി ചേച്ചിയോട് ചർച്ച ചെയ്തുകൊണ്ടിരുന്നു. പോകുമ്പോൾ ടിനിച്ചേട്ടനായിട്ട് ഡിസ്കഷൻ ഉണ്ട്. കൈലാഷ് ചേട്ടനൊക്കെ ഒന്ന് കണ്ടിട്ട് അമ്മയുടെ പ്രസിഡന്റ്, പിന്നെ ഒരു 13 വർഷം കഴിഞ്ഞിട്ട് ജോസഫ് വിജയൻറും ഞാൻ എന്ന് പറഞ്ഞ് വരും ഞാൻ. അപ്പൊ ജോസഫ് വിജയ് ഇപ്പോ ജയിലിലൊക്കെ കഞ്ഞിയും പയറും ആക്കി കുട്ടികൾക്ക് വേണ്ടിയിട്ട് മാംസാഹാരം ആക്കി, അങ്ങനെ ഭയങ്കര ട്രെൻഡാണ്. മദ്യക്കടകൾ പൂട്ടിച്ചു, വലിയ കാര്യങ്ങളാണ്. ധ്യാൻ ശ്രീനിവാസൻ 13 വർഷം കഴിഞ്ഞ് കേരള CM ആവുമ്പോൾ ആദ്യം ചെയ്യുന്ന കാര്യം കൂടി എനിക്ക് അറിയണം. ആദ്യം ചെയ്യുന്ന വെരി ഫസ്റ്റ് ചെയ്യുന്ന കാര്യം, ആദ്യം കുറെ കാര്യം ചെയ്യും, എന്നാലും ആദ്യം ചെയ്ത കാര്യം. ഈ പുള്ളി ചെയ്തതൊന്നും ഞാൻ ചെയ്യില്ല, അത് നമുക്ക് മോശം. ഓക്കെ, ലാസ്റ്റ് ചോദ്യം വളരെ സെൻസിറ്റീവ് ആയിട്ടുള്ള ചോദ്യമാണ്. ഹൈദരാലി ചേട്ടൻ പ്രത്യേകം
തയ്യാറാക്കി തന്ന ചോദ്യമാണ്. ചന്ദ്രനിലേക്ക് പോവാനായിട്ടുള്ള ഒരു അവസരം ധ്യാൻ ശ്രീനിവാസന് കിട്ടുകയാണ്. കേൾക്കണം, ഒരു മലയാളത്തിൽ നിന്ന് ഒരു നായികേനെ കൂടി കൊണ്ടുപോകാനുള്ള ഒരു അവസരമാണ് കിട്ടുന്നത്. ആരെയായിരിക്കും കൊണ്ടുപോവാ? ചന്ദ്രനിലോട്ടാണ്, മലയാള സിനിമയിൽ നിന്നും ഒരേ ഒരു നായികനെ. അല്ല, ഓൾറെഡി എയറിലുള്ള കുറച്ച് ആൾക്കാരുണ്ട്, ലക്ഷ്മി പ്രിയ ചേച്ചി, അവരൊക്കെ ഓൾറെഡി എയറില്ല. അവരെ കൊണ്ട് ആ വഴി പോകുമെന്ന് പോയാ പോരെ അല്ലേ? സൂപ്പർ, ഓൾറെഡി അവിടെ നിൽക്കിയല്ലേ. സൂപ്പർ. അപ്പൊ ഇത് തന്നെയാണ് ധ്യാൻ ശ്രീനിവാസൻ. അപ്പൊ എന്തായാലും പൂക്കീസിന്റെ ചോദ്യമായിരുന്നു. പൂക്കികളെ പറ്റി, പൂക്കികൾക്ക് കൊടുക്കാൻ പറ്റുന്ന ഒരു പീസ് ഓഫ് അഡ്വൈസും കൂടെ കൊടുത്തിട്ട്. പൂക്കികളോ, എനിക്ക് അതിനെ കുറിച്ചൊന്നും വലിയ ജ്ഞാനമില്ല. എന്റെ പൊന്നുമീര രഞ്ജിത്തേട്ടനെ കീർത്തി ഇതെല്ലാം നിർത്തും, അവസാനിപ്പിക്കും പരിപാടി. ഓക്കെ, വിടില്ല ഞാൻ. ഓക്കെ, താങ്ക് യു സോ മച്ച് സർ. എന്തെങ്കിലും പറയാനുണ്ടോ ധ്യാൻ ശ്രീനിവാസൻ ഈ ഒരു മൊമെന്റിൽ? ധ്യാനിന് ഒന്നുമില്ല. സോറി, ഇത് എന്നെ വെച്ചിട്ടുള്ള ഒരു ചിരൻ തടങ്ങാണ്, അതിനങ്ങനെ കണ്ടാൽ മതി. ഓക്കെ. അല്ല, എന്നാലും ടിനിച്ചേട്ടൻ, ഷാജോണേട്ടൻ, 2 വാക്ക്. ഗോകുലം സർ ഇസ് ഓൾ ഹിയർ. അച്ഛനെ കുറിച്ച് നമ്മൾ ഒരു പറയേണ്ട കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, അച്ഛൻ എൻ്റെ ജീവിതത്തിൽ പല ഘട്ടങ്ങളിലും നമുക്ക് പല പല സുഹൃത്തുക്കൾ, വിഷമഘട്ടങ്ങളിലും പല സുഹൃത്തുക്കൾ ഉണ്ടായിട്ടുണ്ട്. അച്ഛൻ മരണപ്പെട്ട സമയത്ത് ഏറ്റവും കൂടുതൽ എൻ്റെ കൂടെ നിന്ന ആളാണ് മിസ്റ്റർ ഹൈദർ അലി. അപ്പോൾ പക്ഷേ അദ്ദേഹത്തിൻ്റെ ഒരു പ്രശ്നം, എൻ്റെ ജീവിതത്തിൽ പല പ്രശ്നങ്ങൾക്കും ഇടയിൽ എനിക്കൊരിക്കലും പുള്ളിനെ സപ്പോർട്ട് ചെയ്യാൻ പറ്റിയിട്ടില്ല. കാരണം ഡെയിലി പ്രശ്നങ്ങളാണ്. അപ്പോൾ ഡെയിലി പ്രശ്നങ്ങളുള്ള ഒരാളെ എനിക്ക് എപ്പോഴാണ് പ്രശ്നമില്ലാത്തൊരു സമയം എനിക്കറിയില്ല. അതുകൊണ്ട് എനിക്ക് എന്തെങ്കിലും ഒരു അവസരം കിട്ടുകയാണെങ്കിൽ ഞാൻ ഉണ്ടാവും കൂടെ. എനിക്ക് അന്ന് അച്ഛൻ മരണപ്പെട്ട സമയത്ത് ഞങ്ങൾ ഒരുമിച്ചാണ്. അതിനുവേണ്ടി തിരുവനന്തപുരത്ത് താമസിച്ചു. അതെ. അല്ല, എന്നാലും ഹൈദർ അലി മാറ്റണമെന്ന് തോന്നിയ ഒരു കാര്യം എന്തായിരിക്കും? ഹൈദർ അലി ഇത് ചെയ്യരുത്, നീ എൻ്റെ സുഹൃത്താണെടാ അളിയ, നീ ഇത് ചെയ്യരുത് എന്ന് പറയുന്ന ഒരു കാര്യം എന്തായിരിക്കും ഹൈദർ അലി? അല്ല, അത് അച്ഛൻ തന്നെ പലപ്പോഴും ഒറ്റ പുള്ളിനോട് പറഞ്ഞിട്ടുണ്ട്, ഹൈദർ അലി ഒന്ന് നന്നായിക്കൂടെ എന്ന്. അല്ലേ? അത് ഈ അവസരത്തിലും എനിക്ക് പറയാനുള്ളൂ. താങ്ക് യു. എന്നാൽ ഈ ഒരു മൊമെന്റിൽ താങ്ക് യു സോ മച്ച് രഞ്ജിത്ത്. അതുപോലെ തന്നെ ഗോകുലം സർ ഇസ് ആര്യ ഇസ് ഓൾ ഹിയർ. എനിത്തിങ് ടു ടെൽ? എന്തെങ്കിലും കൺവേ ചെയ്യാൻ? എനിക്ക് വളരെ ആത്മബന്ധമുള്ള കാര്യം എന്ന് വെച്ചാൽ കണ്ണൂരുകാരനാണ് പുള്ളി എന്നുള്ളതാണ് ഏറ്റവും വലിയ കണക്ട്. പുള്ളിയുടെ ഫാദറിൻ്റെ സീഷലിലാണ്, പിന്നെ അണ്ണാനഗറാണ് പുള്ളി താമസം. ഞങ്ങളൊക്കെ സ്കൂളിങ് ആ സമയത്തൊക്കെ പുള്ളിയുടെ വീരകഥകളൊക്കെ ഞങ്ങൾ കേട്ടിട്ട് ഞങ്ങൾ ഒരുപാട് ഇൻസ്പയർഡ് ആയിട്ടുണ്ട്. അപ്പോ ഒരു കഥ പറയാൻ പറ്റുമോ? ചെറിയൊരു കഥ. അത് ഇവിടെ പറയാൻ പറ്റുന്ന കഥകളല്ല, അതാണോ വീരകഥകൾ? വീരകഥകൾ എപ്പോഴും അങ്ങനെയാണല്ലോ. നീ പോയ മീര. അല്ല, എന്നാലും ആര്യ ഇത്രയും ചെറുപ്പമായിട്ട് ഇരിക്കുകയാണ്. കാരണം ഉറുമിയൊക്കെ ഇറങ്ങുന്ന സമയം ഞാൻ 10ാം ക്ലാസ് 11ാം ക്ലാസ്സിലാണ് പഠിക്കുന്നത്. അദ്ദേഹത്തെ ഇന്ന് കാണുമ്പോഴും അതേ ചെറുപ്പം, അതേ യൂത്ത്നെസ്, അതേക്കാൾ യൂത്ത്നെസ് ആയിട്ട് ഗോപാലേട്ടൻ ഇരിക്കുന്നു. ഇതെങ്ങനെ സാധിക്കുന്നു? എന്താണ് ഇവരുടെ ഒരു ഇത്ര യൂത്ത് രഹസ്യം എന്താണെന്നാണ് ധ്യാനിന്റെ ഒരു കണ്ടെത്തൽ? ഗോപാലേട്ടൻ ഞാൻ എന്തെങ്കിലും കണ്ടന്റിന് വേണ്ടി ശ്രമിക്കുകയാണ് അവൾ. ഞാൻ ഒന്നും പറയണില്ല. ഞാൻ തലേ ദിവസം ഡിസംബർ 19-ാം തീയതി അച്ഛൻ മരണപ്പെടുന്നതിൻ്റെ തലേ ദിവസം ഗോപാലേട്ടനായിട്ട് ഒരുമിച്ച് അദ്ദേഹത്തിൻ്റെ ഒരു സ്കൂളിൽ ഒരു പരിപാടിയിൽ ഞങ്ങൾ ഒരുമിച്ച് പങ്കെടുത്ത് അവിടെ നിന്ന് പോയിട്ട് പിറ്റേ ദിവസമാണ് ഈ സംഭവം. അതാണ് ലാസ്റ്റ് ഗോപാലേട്ടനെ കണ്ടിട്ട് ഇറങ്ങിയത് അവിടെ നിന്ന്. നല്ല ലക്ഷണമായിരുന്നു എന്ന് പറഞ്ഞു. അല്ല, തമാശയാണേ. അല്ല, ഗോകുലം സാറ് ഗോപാലേട്ടൻ ആ ഒരു സെൻസി തന്നെയാണ്. അതാണ് എനിക്ക് തോന്നുന്നത് അദ്ദേഹത്തിന്റെ ഒരു യുവത്വത്തിന്റെ രഹസ്യം. കാരണം ഞാൻ ആ ബബ്ബ എന്ന സിനിമയിൽ ലാലേട്ടനോടൊപ്പം ദിലീപേട്ടനോടൊപ്പം നിന്ന് ഡാൻസ് ചെയ്യുന്ന കണ്ടിട്ട് ഞാൻ ഫുൾ ശ്രദ്ധ വാസ് ടു ഗോപാൽ സർ. ആ ഭാഗം കയറുമ്പോഴാണ് നീ കയറിയത് തന്നെ ഞാൻ അറിഞ്ഞു. ആ ഗോപാലേട്ടൻ കയറി വരും അല്ലേ? ഓ മാൻ, ഞാൻ എഴുന്നേറ്റത് കൈയടിക്കായിരുന്നു. അടിപൊളി. ഓക്കെ, താങ്ക് യു. അപ്പം എന്തായാലും ഇത്ര ആര്യയുടെ രഹസ്യം കൂടി പറഞ്ഞാൽ നമുക്ക് പോവാം. അത് ആര്യ ചേട്ടനോടല്ലേ ചോദിക്കണ്ടേ? ഞാനാണോ പുള്ളിയുടെ രഹസ്യങ്ങൾ പറയുന്ന ആള്? അപ്പൊ ഇത്രയും പറഞ്ഞുകൊണ്ട് ധ്യാൻ ശ്രീനിവാസന് നമ്മൾ നന്ദി അറിയിക്കുകയാണ്. താങ്ക് യു രഞ്ജിത്ത് സർ, താങ്ക് യു സോ മച്ച്. ഈ സച്ച് എ സ്വീറ്റ് ഹാർട്ട് ടു മീ. ഞാൻ പറയും, എനിക്ക് എവിടെ കണ്ടാലും വിടാൻ തോന്നത്തില്ല ധ്യാനിനെ. പക്ഷേ കഴിഞ്ഞൊരു വേദിയിൽ വെച്ച് എന്നോടുള്ള പ്രണയം തുറന്നു പറഞ്ഞതിൻ്റെ പേരിൽ എനിക്ക് കുറച്ച് കുടുംബ പ്രശ്നങ്ങൾ ഉണ്ടായി. പക്ഷേ അതൊരു പോസിറ്റീവ് സ്പിരിറ്റിൽ എൻ്റെ ഹസ്ബൻഡ് എടുത്തത് കൊണ്ട് വലിയ പ്രശ്നങ്ങൾ ഉണ്ടാവാതെ ഞാൻ രക്ഷപ്പെട്ടു. അപ്പോൾ ധ്യാനാണ് നമ്മളോടൊപ്പം ജോയിൻ ചെയ്തത്.